ഹലോ. ഒരാഴ്ചത്തെ താമസത്തിന് ശേഷം മക്കളും കൊച്ചുമക്കളും ഒക്കെ തിരികെ പോകുന്ന വിശേഷം കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ച രാവിലെയാണ്. ഞാൻ മേരി ജേക്കബ്. ഒരാഴ്ച മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അവരെല്ലാം തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രെഡ് ജാം, ബ്രെഡ് സോസും മുട്ട ഓംലെറ്റും, പിന്നെ ഏത്തക്ക പുഴുങ്ങിയതുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നെയ്റോട്ടും ഇച്ചിരി കട്ട സംബന്ധി ആയിട്ടും ഉണ്ടാക്കി. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണെങ്കിലും യാത്ര പോകില്ല, 2-3 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തത്തുള്ളൂ. എങ്കിലും അവരെല്ലാവരും കഴിച്ചു. ഞങ്ങളും കഴിക്കാനായിട്ടും ഇരുന്നു. ഒരു പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒന്നിച്ചങ്ങ് കഴിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകാനുള്ള ധൃതിയിലാണ്. മൂത്ത മകളും 2 മക്കളും, മോനും മോളും CSI ചർച്ച് കൊയറിലുണ്ട്. ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് കൊയർ പ്രാക്ടീസുണ്ട്, അതിന് എത്തണം. തിങ്കളാഴ്ച ഇളയ മോൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതിൻ്റെ ട്രെയിനിങ് സ്കൂളിൽ വെച്ച് നടക്കുന്നു, അതിന് പോകണം. അപ്പം അങ്ങനെ എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഞാനോ ഹസ്ബൻഡോ അല്ലെങ്കിൽ മുത്തവണ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും. ഞാനാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടണമല്ലോ. യാത്രയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കും, ഫോട്ടോ സെഷൻ. പിന്നെ ആളാമ്പ്രതി വന്ന് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അനുഗ്രഹങ്ങൾ ഒക്കെ വാങ്ങിക്കും. എല്ലാവർക്കും പോവുകയും വേണം, എന്നാൽ പോകുന്നത് പ്രയാസവുമാണ്, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പെൺമക്കളല്ലേ വിവാഹം കഴിച്ചയക്കുമ്പോൾ കുറച്ച് ദിവസം വന്ന് നിൽക്കും. അത് കഴിഞ്ഞ് അവരുടേതായ അവരുടെ ജോലി, 2 പേരും ടീച്ചേഴ്സാണ്, 2 പേർക്കും ജോലിയുണ്ട്. എല്ലാവർക്കും തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അവിടെ 2 വീട്ടിലും പേരൻസ് ഉണ്ട്, കൊണ്ട് പോകാതിരിക്കാനൊക്കത്തില്ല. ഒരാഴ്ചയൊക്കെ നിന്നില്ലേ, അത്രയൊക്കെ സന്തോഷം. ഇനി അവർ അങ്ങ് പോയി. ഇളയ മോളെ വീട്ടിൽ മാവേലിക്കര ഉള്ള വീട്ടിൽ വിട്ടേച്ച് ജസ്റ്റ് അവർ നേരെ അങ്ങോട്ട് മലപ്പള്ളിക്കടുത്തുള്ള പിന്നെ അവരുടെ വീട്ടിലോട്ട് പോകും. ഓക്കെ. പോകണമല്ലോ. പുറമേ ചിരിച്ച് കാണിക്കുമെങ്കിലും എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ മനസ്സിലെ ഭാരമാണ്. ഞങ്ങൾ 2 പേരും പിന്നെ ഒറ്റയ്ക്കായല്ലോ. നെക്സ്റ്റ് വീക്ക് ചിലപ്പം മൂത്തമ്മയുടെ ഹസ്ബൻഡ് വരും, ടെക്നോ പാർക്കിൽ പോകണം വരും. അതുവരെ ഒക്കെ അല്ല, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർ കാറിൽ കയറി ടാറ്റാ പറഞ്ഞു. ഒക്കെ അവർ പോവുകയാണ്. മഴയ്ക്ക് മുമ്പ്, ഉച്ചയ്ക്ക് മഴക്കോളൊക്കെ ഉണ്ട്, ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിലെത്തണമല്ലോ എന്നുള്ള രീതി കൊണ്ട് അവർ പോവുകയാണ്. പോയിട്ട് വരട്ടെ. ഉടനെ തന്നെ പെൺമക്കൾ 2 പേരും കൂടെ അടുത്ത മാസമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പല കാര്യങ്ങളല്ലേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, വീട്ടിലെ കാര്യങ്ങൾ, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ചിലെ കൊയറിൽ, സൺഡേ സ്കൂളിലെ അധ്യാപികമാരാണ് 2 പെൺമക്കളും. ഇങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഒക്കെ ബിസിയാണ്. ഓക്കെ, ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരെയും വിട്ടു. ഓക്കെ, നോക്കി നിൽക്കാനല്ലയോ കഴിയുള്ളൂ. നോയും വരുമല്ലോ, അവർ ഉടനെ തന്നെ വരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ അവരെ ബൈ ബൈ പറഞ്ഞ് വിട്ടു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും വീട്ടിലായി. എന്നാലും രാവിലെ ചോറും കറികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണുണ്ട്, വെജിറ്റബിൾ കറിയും